നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് മുൻപ് നടത്തുന്ന ടെസ്റ്റ് സീരീസുകളിൽ 400-നും 500-നും 600-നും മുകളിലൊക്കെ മാർക്ക് എടുത്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ പലരും നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ഒറിജിനൽ എക്സാമിൽ വളരെ താഴത്തേക്ക് മാർക്ക് പോകുന്ന, വിശ്വസിക്കാനാവാത്ത വിധം മാർക്ക് താഴത്തേക്ക് പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കോളേജ് ഗുരു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ. ഈ വിദ്യാർത്ഥികൾ പഠിച്ചെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇവരെല്ലാവരും തന്നെ ഈ നീറ്റിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട്, അതിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആകുലപ്പെട്ടിരുന്നത്. അതിനെപ്പറ്റി വളരെയധികം വെറീഡായിരുന്നു. മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും, ഞാൻ ഉദ്ദേശിച്ച കോളേജ് കിട്ടുമോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട്, നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവർ കൂടുതൽ പേരും ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. നിങ്ങളെല്ലാവരോടും ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇത് നിങ്ങളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വപ്നം നടത്തിത്തരാൻ വേണ്ടിയിട്ട് ഈ സമൂഹം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഈ എൻട്രൻസ് പറയുന്നത്. ഈ എൻട്രൻസ് നിങ്ങളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാം. അപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുന്നത് അവസരങ്ങളുടെ കാര്യങ്ങളാണ് തുറന്നു തരുന്നത്. നിങ്ങളുടെ പിറകിലേക്ക് കൊണ്ടുപോകാനോ നിങ്ങളുടെ സ്വപ്നം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുമോ, നിങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്താണ്, അത് പുറത്തെടുക്കാനുള്ള അവസരമാണ് ഈ വരുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനെ പറ്റി നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കൊണ്ടുതരാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ ഏറ്റവും മികച്ച മാർക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ തോൽവിയെ പറ്റിയോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിനെ പറ്റിയോ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊതുവെ കണ്ടുവന്ന അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തരം വിദ്യാർത്ഥികൾ, ഇങ്ങനെ സംഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വേണ്ടത്ര പ്ലാനിങ് ഇല്ലാത്തവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയിലെ ഏറ്റവും മികച്ച വിജയം നേടി നിങ്ങൾ ആ പരീക്ഷയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ കാര്യം മുതൽ സ്വപ്നം കണ്ടുകൊണ്ട് പിറകിലേക്ക് വരിക. നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യുക. പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ വരും. പരീക്ഷയുടെ തലേന്ന്, അതിൻ്റെ മുൻപത്തെ ദിവസം, അങ്ങനെ എല്ലാ ദിവസങ്ങളും നിങ്ങൾ എന്തു ചെയ്യണം, എന്തെല്ലാമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം പോലും വിടാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആ ഒരു വിഷ്വലൈസേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ചെയ്യാൻ ഈ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശാരീരിക സ്വാസ്ഥ്യം വളരെ പ്രധാനപ്പെട്ടാണ്, ഒരു ഗുഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, പല വിദ്യാർത്ഥികളും ഈ പരീക്ഷാ ദിവസങ്ങളാകുമ്പോഴത്തേക്ക് ഛർദ്ദൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടാറുണ്ട്. കാരണം പേടിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഏറ്റവും മികച്ച ഫുഡ്, ഏറ്റവും നല്ല ഫുഡ് നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആവശ്യമുള്ള ഉറക്കം നിങ്ങൾക്കുണ്ടായിരിക്കണം. പരീക്ഷാ ഹാളിൽ ചെന്ന് അവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കരുത്, അവിടെ ചെന്ന് ഉറങ്ങരുത്. അതിന് കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ആ ഒരു ഉറക്കമായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, എല്ലാ തരത്തിലും ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നതാണ് അവിടെ ചെന്നിട്ടുള്ള കൺഫ്യൂഷൻസ്. ശരിയായ രീതിയിൽ അവർക്ക് ആ ഒരു കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ പുറത്തെടുക്കാൻ പറ്റാതിരിക്കുന്ന പ്രശ്നങ്ങൾ, പഠിച്ചത് മറന്നു പോകുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് പഠിക്കുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് തന്നെ ബ്രഷപ്പ് ചെയ്യേണ്ട ആവശ്യമാണ് ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ റിവിഷൻ ചെയ്യുക, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിന് പകരം പഠിച്ചു വെച്ചത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ,
ചോദ്യങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഫോർമുലകളെല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്നതെല്ലാം പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഈ റിട്രീവിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിവിഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. പഠിക്കുന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷനായിരിക്കും, നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ള പലതും പോകും, അത് നിങ്ങൾക്ക് സമ്മർദ്ദവും ഉണ്ടാക്കും. ഓക്കെ, നാലാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പരീക്ഷ 21 ലക്ഷത്തോളം പേര് എഴുതുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എത്ര പഠിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നു, റാങ്ക് ലിസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പം മറ്റൊരാളുടെ പെർഫോമൻസ് പോലും നിങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, കമ്പാരിസൺസ് ഒഴിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ ചിലപ്പോൾ മിസ്ഗൈഡ് ചെയ്യുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ ഡിസ്കഷനുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെന്നെത്തുന്നത്. കാരണം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞാൽ മറ്റൊരാൾക്കാണ് ഉപകാരം എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ ഡിസ്കഷനിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിവിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പാരിസൺ പോകാതിരിക്കുക. അവൻ അത് പഠിച്ചു, ഇവരിത് പഠിച്ചു, അത് പഠിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിലൊക്കെ കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ കാര്യം അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുക, പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ഒരു വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷ്വലൈസേഷൻ ഇല്ലാത്തവർക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് അവസാനത്തെ ദിവസം, അതായത് പരീക്ഷയുടെ ദിവസമുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ്. അത് പല വിദ്യാർത്ഥികളെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസത്തേക്ക് കൃത്യമായിട്ട് ഒരുങ്ങാത്തതിൻ്റെ പ്രശ്നങ്ങൾ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്നത്തെ ആ ഒരു ദിവസം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആകെ വെപ്രാളവും സമ്മർദ്ദത്തിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്ന് ഏറ്റവും മികച്ച ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത്. ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡിലാണ് എക്സാം എഴുതാൻ പോകേണ്ടത്. അവസാന മൊമെൻറ്റിലേക്ക് വേണ്ടി ഒന്നും മാറ്റി വയ്ക്കരുത്. ഒന്നും തന്നെ അന്നത്തെ ദിവസം പഠിക്കാനോ ഇതാക്കാനോ ഒന്നും നിൽക്കരുത് എന്നുള്ളതാണ്. അന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾ തയ്യാറാവേണ്ട ആ പരീക്ഷ ഹാളിലേക്ക് പോകേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. അഡ്മിഷൻ കാർഡും മറ്റു കാര്യങ്ങളും അതിനങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അതിനെപ്പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ഡേറ്റ്സ് വരുന്നതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന രീതിയിലായിരിക്കണം. അന്നത്തെ ഒരു ദിവസം ഒരു ബ്ലോക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് മാനസികമായിട്ടാണെങ്കിലും ശരി, എല്ലാ തരത്തിലും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിലായിരിക്കണം പരീക്ഷ എഴുതാൻ പോകേണ്ട. അവസാന മിനിറ്റിലുണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും. പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു, അന്ന് പല ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ ആകെ പ്രയാസത്തിലായി, അപ്പോൾ പരീക്ഷ ഹാളിൽ ചെന്നപ്പോഴത്തേക്ക് ഛർദ്ദൽ വന്നു, അങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് അത് അവോയ്ഡ് ചെയ്യാനുള്ള ആദ്യത്തെ പടി. രണ്ടാമത്തത് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. മൂന്നാമത് ഇതെല്ലാം മനസ്സിലാക്കുക. ഇതിനനുസരിച്ച് ഏറ്റവും മികച്ച നിങ്ങളുടെ പെർഫോമൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. നിങ്ങളെ സഹായിക്കാൻ ഈ സമൂഹം മൊത്തം കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, ഈ സമൂഹം മൊത്തം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലക്ഷ്യം നേടിത്തരാൻ കോളേജുകളടക്കം ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ധൈര്യമായിട്ട് പോവുക. കാരണം നമ്മൾക്ക് നേടാനാണ് ഉള്ളത്. ഈ നീറ്റ് പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്, അത് നേടുവാൻ വേണ്ടി മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മികച്ച ഒരു മാർക്ക്, ഒരു സ്കോർ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.